ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പോർച്ചുഗീസുകാരെ കുറിച്ചിട്ടുള്ള കാര്യമാണ് നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ വാസ്കോ ഡ ഗാമയുടെ ആഗമനമാണല്ലോ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ വരവിന് തുടക്കം കുറിച്ചത്. കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയുടെ ആ ഒരു ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ തന്നെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് വിശേഷിപ്പിച്ച വ്യക്തി എന്ന് പറയുന്നത് KM പണിക്കരാണ്. ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന യൂറോപ്യൻ ആധിപത്യത്തിന് ഇതെന്ത് ചെയ്തിട്ടുണ്ട്, ഇത് തുടക്കം കുറിച്ചിട്ടുണ്ട്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. അപ്പോൾ ഈ പോർച്ചുഗീസുകാരാണെങ്കിലും ബ്രിട്ടീഷുകാരാണെങ്കിലും ഇവരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരെല്ലാവരും യൂറോപ്യന്മാരാണ് എന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഈ യൂറോപ്യനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബണാണ്. 1497 അദ്ദേഹം ആ യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിലേക്ക് ഒരു പുതിയ വാണിജ്യ മാർഗം കണ്ടുപിടിക്കാനും പൗരസ്ത്യ ദേശങ്ങളുമായിട്ട് വാണിജ്യം വികസിപ്പിക്കാനുമായിരുന്നു പോർച്ചുഗൽ രാജാവ് ഡോക്ടർ മാനുവൽ ഒന്നാമൻ വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ചത്. അപ്പോൾ വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയത് 1498 മെയ് 20 വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികനായിരുന്നു അൽവാരോ വെൻഹോവ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ സെൻറ്റ് റാഫേൽ ദി ബെറിയോ എന്ന് പറയുന്ന കപ്പലാണ്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ എന്ന് പറയുന്നത് വാസ്കോ ഡ ഗാമയാണ്. വാസ്കോ ഡ ഗാമയുടെ ആ ഒരു ആഗമനത്തെ റഷ്യയിലെ ചരിത്രത്തിൽ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കം എന്ന് വിശേഷിപ്പിച്ചത് KM പണിക്കരാണ്. ഏകദേശം 5 നൂറ്റാണ്ടുകളോളം നീണ്ടു നിന്നിരുന്നു യൂറോപ്യന്മാരുടെ ആധിപത്യത്തിന് ഇത് തുടക്കം കുറിച്ചു എന്നാണ് പറയുന്നത്. പിന്നെ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തി പോർച്ചുഗീസുകാരാണ്. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹ്യ യാത്ര ആരംഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ലിസ്ബണാണ്. പിന്നെ വാസ്കോ ഡ ഗാമ കേരളത്തിൽ ആദ്യമായി എത്തിയത് 1498 മെയ് 20 വാസ്കോ ഡ ഗാമയ്ക്കൊപ്പം കേരളത്തിലെത്തിയ പോർച്ചുഗീസ് നാവികൻ എന്ന് പറയുന്നത് അൽവാരോ വെൻഹോവാണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ എന്ന് പറയുന്നത് സെൻറ്റ് ഗബ്രിയേലാണ്. വാസ്കോ ഡ ഗാമയെ ആദ്യ യാത്രയിൽ അനുഗമിച്ച കപ്പലുകൾ സെൻറ്റ് റാഫേലും ദി ബെറിയോ എന്ന് പറയുന്ന കപ്പലുകളായിരുന്നു.